ഇനി തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ എൻ്റെ പഞ്ചായത്ത് കാണാം. ഇന്ന് മതിലകം ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കനോലി കനാലിൻ്റെ തീരത്തെ ഒരു ഗ്രാമപ്രദേശമാണ് മതിലകം. ഇവിടെ 17 വാർഡുകളാണുള്ളത്. ചരിത്ര പ്രസിദ്ധമായ ഏറെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മതിലകം. ഇനി നമുക്ക് മതിലകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് മതിലകം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ് മതിലകം. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം 5 മൈൽ വടക്കായി ഇത് സ്ഥിതി ചെയ്യുന്നു. എസൻപുരം, പനങ്ങാട് എന്നിവയാണ് മതിലകത്തിൻ്റെ സമീപ പ്രദേശങ്ങൾ. തൃപ്രയാർ, ഇരിങ്ങാലക്കുട റൂട്ടുകൾക്കും സമീപമാണ് ഈ സ്ഥലം. മധ്യകാല ശിവക്ഷേത്രമായ തിരുക്കുണവായ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായാണ് മതിലകം പൊതുവെ ചിത്രകാരന്മാർ തിരിച്ചറിയുന്നത്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളംകോ അടികളിൻ്റെ മഠമായ കുണവായർ കോട്ടം എന്നും ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നു. AD 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തേവാരത്തിലെ തമിഴ് ശൈവ സാഹിത്യത്തിൽ ഈ ക്ഷേത്രത്തെ വളരെയധികം സ്തുതിച്ചിട്ടുണ്ട്. മോക്ഷം പ്രാപിക്കുന്നതിന് മുൻപ് തമിഴ് നായന്മാർ സന്യാസി സുന്ദരൻ ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായി പറയപ്പെടുന്നു. 1967-ൽ മതിലകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം നടത്തി. 1970-ൽ നടത്തിയ ഖനനത്തിൽ AD 8-9 നൂറ്റാണ്ടുകളിലെ ഒരു അടിത്തറ കണ്ടെത്തി. ഘടനാപരമായി സാധാരണ ഹിന്ദു ക്ഷേത്ര അടിത്തറകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അടിത്തറ കണ്ടെത്തി. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് 2014-ൽ മതിലകത്തൊരു ഫീൽഡ് സർവേ നടത്തി. 2020-ൽ മതിലകത്ത് ഖനനം നടത്താൻ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റിന് ഇന്ത്യ ലൈസൻസ് നൽകി. 6 ട്രയൽ ട്രെഞ്ചുകൾ തുറന്നതോടെയാണ് ഖനനത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. 2020-ൽ മതിലകത്ത് ട്രസ്റ്റ് പരീക്ഷണ ഖനനം പൂർത്തിയാക്കി. ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച മതിലകത്ത് തുടർഭരണത്തോടെ CPM ചരിത്രം രചിച്ചതാണ് ആധുനിക മഹിമ. ഇടതുപക്ഷത്തിന് സമ്പൂർണ്ണ ആധിപത്യമുള്ള പഞ്ചായത്ത് ഭരണത്തിൽ നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി ഭരണസമിതി പറയുന്നു. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കി, പോളക്കുളം നവീകരിച്ചു, പൊതുകളി സ്ഥലം യാഥാർത്ഥ്യമാക്കി, മാലിന്യ സംസ്കരണം നടപ്പാക്കി, കുടുംബശ്രീ സംവിധാനം കാര്യക്ഷമമാക്കി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രതിപക്ഷം അക്കമിട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: ഈ 60 വർഷത്തിനിടയിൽ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു പ്രൊജക്റ്റ് മതിലകം ഗ്രാമപഞ്ചായത്തിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതൊരിക്കലും രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള എസംപുരം ആയാലും പെരിഞ്ഞളം പഞ്ചായത്തായാലും അവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്, CPMൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അവിടെയൊക്കെ അവർക്ക് എടുത്തു കാണിക്കാൻ കേരളത്തിൻ്റെ പ്രശംസ പിടിച്ചു പറ്റിയ ചില പ്രൊജക്റ്റുകൾ അവർക്ക് എടുത്തു കാണിക്കാനുണ്ട്. ഇപ്പോൾ പെരിഞ്ഞണോർജം പോലെയുള്ള പ്രൊജക്റ്റുകൾ. മതിലകം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ്, വിരലിൽ എണ്ണാവുന്ന പ്രൊജക്റ്റ് പോലും നമുക്ക് എടുത്തു കാണിക്കാനില്ല എന്നുള്ളത് ഈ ഭരണസമിതിയുടെ ഇത്രയും കാലത്തെ ഉള്ള ഒരു വീഴ്ചയാണ്. അത് മാത്രമല്ല, തലതിരിഞ്ഞ വികസന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് മതിലകത്തിൻ്റെ ഹൃദയമായിരുന്ന, മതിലകത്തിൻ്റെ ചെറുപ്പക്കാർക്ക് അത്താണിയായിരുന്ന ഒരു ഗ്രൗണ്ടാണ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഇന്നിരിക്കുന്ന ആ ഒരു സ്ഥലം. അതിൽ തലതിരിഞ്ഞ വികസനത്തിലൂടെ ഈ ഇത്രയും ചെറുപ്പക്കാരുടെ കളിക്കളം നശിപ്പിക്കുകയും അവിടെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വന്നിട്ട് അന്ന് പ്രാദേശികമായിട്ടുള്ളവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ അങ്ങനെ ഒരു നടപടി പോലും ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഞങ്ങളിരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത്, ഇവിടെ ഇത് ഈ പോളക്കുളത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത് നികത്തിയിട്ടാണ് ഇന്നിവിടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് വന്നിട്ടുള്ളത്. ഇത് നികത്തിയിട്ടുള്ളത് ഇന്ന് ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം, അത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് അതൊരു ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ താഴെ കാണുന്ന പോർഷൻ മുഴുവനും ബസ് സ്റ്റാൻഡിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ബാക്കി സ്ഥലം കുട്ടികൾക്ക് കളിക്കുന്നതിനും ചെറുപ്പക്കാർക്കുള്ള കളിക്കളവുമായി മാറ്റിവെച്ചതാണ്.
ഇന്നിപ്പോൾ ഇവിടെ ഇതൊന്നും പറയാനില്ല, സ്റ്റാൻഡില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമില്ല, ഓപ്പൺ സ്റ്റേജ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തലതിരിഞ്ഞ ഒരു വികസന പ്രവർത്തനമാണ് മതിലകം ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വികസനം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് അത് എടുക്കേണ്ടത്. അതല്ലാതെ ഒരു ഏകപക്ഷീയമായി നടത്തുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള തലതിരിഞ്ഞ വികസനത്തിലേക്ക് പഞ്ചായത്തുകൾ മുന്നോട്ട് പോകുന്ന ഭരണസമിതികൾ. ആകെ മതിലകം ഗ്രാമപഞ്ചായത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊജക്റ്റിൽ വയ്ക്കുന്ന തുക, പല പ്രൊജക്റ്റുകളിലും വരുന്ന തുക അതാത് നിയമപരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് മാറ്റി ചെലവഴിക്കുക എന്നുള്ള ഒരു ജോലി. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഡാമിൽ വെള്ളം ശേഖരിച്ചിട്ട് കൃഷിക്ക് എങ്ങനെയൊക്കെ തുറന്നു വിടാൻ പറ്റുമോ അങ്ങനെയൊക്കെ തുറന്നു വിടുന്ന ചില സാഹചര്യമാണ് മതിലകം ഗ്രാമപഞ്ചായത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പലപ്പോഴും സ്പിൽ ഓവറാവും. സ്പിൽ ഓവറായാൽ നമുക്കൊക്കെ അറിയാം, സ്പിൽ ഓവർ ആയി കഴിഞ്ഞാൽ ആ വർഷത്തെ പ്രൊജക്റ്റിൽ ആ സ്പിൽ ഓവറിൻ്റെ തുക മാറ്റിവെക്കും. അപ്പോൾ അപ്പോഴും നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോവുകയാണ്. അതുമാത്രമല്ല, ഈ തീരദേശം മുഴുവനും കുടിവെള്ളക്ഷാമമാണ്. കുടിവെള്ളക്ഷാമത്തിന് ഇപ്പോഴും ഒരു പ്രൊജക്റ്റ് വെച്ച് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. മാസം 5-6 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കി വാഹനത്തിലൂടെ ടാങ്കറിലൂടെ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു പരമ്പരാഗത രീതിയാണ് ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് മതിലകം പഴയ പഞ്ചായത്തിരുന്ന സ്ഥലം പൊളിച്ച് കളഞ്ഞിട്ട് വർഷങ്ങളായി. ഇതുവരെ അവിടെ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടിക പോലും ഇറക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല, അതിന് ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തുടങ്ങി ഒരു എടുത്തു പറയത്തക്ക ഒരു പ്രൊജക്റ്റ് പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കളിക്കളവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതി പൊതുജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ച്, കുടുംബശ്രീക്കാരുടെ നിന്ന് പൈസ പിരിച്ച്, തൊഴിലുറപ്പുകാരുടെ നിന്ന് പൈസ പിരിച്ച്, നമ്മുടെ കുട്ടികളുടെ നിന്ന് പൈസ പിരിച്ച് 100 രൂപ കൂപ്പൺ വെച്ച് 8.5 ലക്ഷം രൂപ സമാഹരിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് ഏകദേശം ഈ 8.5 ലക്ഷം രൂപയും ബാക്കിയുള്ള പൈസയും പിരിച്ചെടുത്ത് 20 ലക്ഷം രൂപ ഏകദേശം പിരിച്ചെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. പക്ഷേ 14.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തെങ്കിലും ഇന്നും ആ കളിക്കളം എവിടെ എത്താതെ നിൽക്കുകയാണ്. ആ പൈസയെക്കുറിച്ച് ഒരു അറിവുമില്ല. മാത്രമല്ല, ഉടമസ്ഥൻ പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ഭൂമിയുടെ ആധാരം അത് ഇവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറി ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ തീർത്തും അഴിമതി ഉള്ള ഒരു ഭരണമായിട്ട് ഇത് മാറുകയാണ്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കയ്യും കാലും കെട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മൗനമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എങ്ങനെ പോയാലും ഇത് തീർത്തും ഒരു അഴിമതിയുടെ കറ പുരണ്ട ഒരു സംവിധാനമാണ് ഈ കളിക്കളവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കളിക്കളത്തിന് വീണ്ടും പൈസ പിരിക്കുന്നതിന് വേണ്ടിയാണ് മതിലകത്ത് ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതും 10-ാം തീയതിക്കുള്ളിൽ പുതിയ സ്ഥലമെടുപ്പിന് പൈസ 12.5 ലക്ഷം രൂപ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ 15ആയി. ഇതുവരെ ആ പൈസ എത്തിക്കാനായിട്ട് ഈ പറഞ്ഞ പാർട്ടി സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് മതിലകം ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതിന് നമുക്ക് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സംവിധാനം നമ്മുടെ ഭരണസമിതിയിൽ നിലവിൽ വരണം. എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് നമ്മുടെ കിഴക്കൻ മേഖലയിൽ പ്രാദേശികമായിട്ട് കുടിവെള്ള വിതരണം ചെയ്യുന്ന പഞ്ചായത്തുകളുണ്ട്. അതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ മറ്റേ വിതരണ സംവിധാനം ഉണ്ടാക്കി, അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് സർക്കാരിൽ നിന്ന് അതിലേക്ക് നമുക്ക് അതിൻ്റെ ദൈനംദിന ചെലവിന് പൈസ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് അഭ്യുദയകാംക്ഷികളിൽ നിന്ന് പൈസ പിരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റുകളൊക്കെ നടപ്പാക്കാൻ പറ്റും. സർക്കാരിന് പരിമിതികളുണ്ടെങ്കിൽ, പഞ്ചായത്തിന് പരിമിതികളുണ്ടെങ്കിൽ നമുക്ക് തനത് ഫണ്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഏകദേശം 347 കുടുംബശ്രീ യൂണിറ്റുകൾ മതിലകം ഗ്രാമപഞ്ചായത്തിലുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെ സമ്പാദ്യം കൂടിയാൽ ഏകദേശം 10 കോടി രൂപ അവരുടെ സമ്പാദ്യമായിട്ടുണ്ട്.
ആ 10 കോടി അവരുടെ ഷെയറായിട്ട് ഇട്ടുകൊണ്ട് എത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് മതിലകത്ത് ചെയ്യാമായിരുന്നു. കണ്ണൂർ തുടങ്ങിയിട്ടുള്ള പല പഞ്ചായത്തുകളും അത് വിജയകരമായി നടപ്പാക്കി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റല്ല, നമ്മുടെ മാർക്കറ്റ് വേൾഡ് വൈഡ് കിടക്കുകയാണ്. ഈ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വിതരണം ചെയ്യാനായിട്ടും വിൽപ്പന നടത്തുവാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നും നമുക്ക് നിലവിലുണ്ട്. ഇതൊന്നും നടപ്പാക്കാതെ പലരുടെയും കൈയും കാലും കെട്ടിയിടുന്ന ഒരു പ്രവണതയാണ് ഇവിടുത്തെ CPM-നുള്ളത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പിന്നിൽ കാണുന്ന പോളക്കുളം, നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടേതായ സംവിധാനത്തിൽ ഒരിക്കലും എടുത്താൽ തീരാത്തത്ര വെള്ളം ഉള്ള ഒരു കുളമാണിത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു വാട്ടർ ടാങ്ക്, ഈ 3, 4, 5 വാർഡുകളിലേക്കുള്ള ഒരു കുടിവെള്ള വിതരണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാട് വേണം. ഇതുപോലെയുള്ള ഒരു 3, 4 യൂണിറ്റുകൾ നമ്മുടെ ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ അവിടുത്തെ കുടിവെള്ളം ശാശ്വതമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. മതിലകം വികസിക്കുകയാണ്, വികസനം അനിവാര്യമാണ്. എന്നാൽ ജനങ്ങളുടെ ക്ഷേമം അകലെയാണെന്ന പ്രതിപക്ഷാരോപണം ശരിയാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും സമ്മിശ്രമായി മുന്നോട്ടു പോകേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കാം. നടപ്പാക്കേണ്ട പദ്ധതികൾ, നടപ്പിലാക്കാത്ത പദ്ധതികൾ, ഇനി നടക്കേണ്ട പദ്ധതികൾ ഏറെ പറയാനുണ്ട് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. അത് ഏതൊക്കെയാണെന്ന കാര്യത്തിലാണ് വാദപ്രതിവാദങ്ങൾ. മറ്റൊരു പഞ്ചായത്തുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.